പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങള് കോഡ് ക്യാനൺ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഇപ്പൊ ഉണ്ടാക്കിയ പേജില് ഹോം പേജ്, അബൌട്ട്, കോണ്ടാക്ട്സ് അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാമോ? അതൊക്കെ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജിറ്റോജോസ്.in ഉണ്ടാക്കിയല്ലോ, അതിലൊരു കോണ്ടാക്ട്സ് പേജ് ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഒരു തീം അപ്ലോഡ് ചെയ്തിട്ട് മതി അതോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ചെയ്താൽ മതി? അതിൽ തന്നെ മതി, ഇതിൽ തന്നെ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഉണ്ട്, ന്യൂവിൽ പോയിട്ട് പേജ് ക്ലിക്ക് ചെയ്യാം. ഒരു കോണ്ടാക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കോണ്ടാക്ട്സ് അഡ്രസ് ഞാൻ തരാം, ആഡ് ചെയ്യാം. കോണ്ടാക്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ അഡ്രസ് കാര്യങ്ങള് വേണമെങ്കിൽ ഡോപ്റ്റിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് DOPT Doptit Private Limited, Asad Road, Kalur, Kochi 682017. Phone number 9539070845. പേജ് ആയി. അത് ഓക്കെ, ഇതിലിപ്പോ പേജ് ക്രിയേറ്റ് ആയി. ഈ പേജിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇടണം. SEOക്ക് വേണ്ടി നമ്മൾ ചെയ്യില്ലേ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, മെയിൻലി എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അതായത് നമ്മൾ അപ്പിയറൻസിൽ പോയിട്ട് പേജസ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഡിഫറെന്റ് പേജസ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് പേജസ്, ആഡ് ന്യൂ പേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേജ് വരും. അതനുസരിച്ച് നമുക്ക് പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ അതേപോലെ അപ്പിയറൻസിന് നമുക്ക് മെനു അവിടെ ഒരു പേജിന്റെ മെനു ഒക്കെ ഉണ്ടല്ലോ. അതെ, അത് കാണിച്ചു തരാം. അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന്റെ അപ്പിയറൻസിനേക്കാളും വലുത് അബൌട്ട് അസ്, കോണ്ടാക്ട്സ് അതിന്റെ ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ അല്ല. ഓക്കെ, അപ്പൊ ഇതില് ഇതാണ് ഒരു മെയിൻ പോർഷൻ. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. പേജ് ഉണ്ടാക്കില്ല, അത് സൈറ്റിൽ കാണാൻ പറ്റില്ല. പുതിയ പേജ് ലൈവില് കാണാൻ പറ്റില്ല. പുതിയ പേജ് ലൈവ് കാണാം. അത് ഓക്കെ, ഇതിവിടെ നമ്മള് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അപ്പിയറൻസിൽ കസ്റ്റമൈസിൽ ചെന്നിട്ട് ഇപ്പോ അബൌട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കളേഴ്സ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ വെബ്സൈറ്റിന് ഏത് കളറാണ്, തീം ഏതാണ്, ഇപ്പോൾ ഡാർക്ക് തീം വേണോ, ബോക്സ്ഡ് തീംസ് വേണോ. ഇപ്പോൾ ഡിഫോൾട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്. സ്കിൻ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഓരോ ഫോണ്ടിന്റെ കളേഴ്സ്, ഏതൊക്കെ ഫോണ്ടിന് എന്തൊക്കെ കളേഴ്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടൈറ്റിൽ എങ്ങനെ മാറ്റണം? ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടൈറ്റിൽ ഇല്ല ആക്ച്വലി. മുകളിലത്തെ ടൈറ്റിൽ ടോപ്പ് ബാറിന്റെ അല്ലേ, ലേ ഔട്ടിന്റെ ഇവിടെയാണ്. അത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മള് ഇവിടെ ഓരോ പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജസ് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ അപ്പിയർ ആവും. വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടാക്ടസ് അല്ലെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരണമെങ്കിൽ അതും നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് സൈറ്റ് എടുക്കുമ്പോൾ മെനു ഡീല് വന്നേക്കാണ് കോണ്ടാക്ടസ്. ഫൂട്ടറിലാണ് കൊടുത്തേക്കണല്ലേ? ഫൂട്ടറിൽ കൊടുക്കാം. ഇതില് ഓക്കെ, ഇവിടെ ഫൂട്ടർ എന്ന് തന്നെ പറഞ്ഞൊരു മെനു ഉണ്ട്, പേജ് ഫൂട്ടർ. ഓക്കെ, ഇവിടെ ഇവിടെ റൈറ്റിൽ എഡിറ്റ് ആവുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ഫൂട്ടർ വരുന്നത്. ഇവിടെ എന്ത് കണ്ടന്റ് വേണമെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ പേജസിലും കമ്പനി പേര് എന്തായിരുന്നു? Adopt it. ഇവിടെ സോഷ്യൽ മീഡിയ URLs എല്ലാം എൻ്റർ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോ ഇൻസ്റ്റയിലുണ്ടോ? ഇൻസ്റ്റ പക്ഷെ വരില്ല. ലിങ്ക്ഡിനോ? ഓക്കെ, സോഷ്യൽ മീഡിയ ഐക്കൺസ് ഒക്കെ ഇവിടെ പബ്ലിഷ് ചെയ്യാം. അത് ഇവിടെ താഴെ അപ്പിയർ ചെയ്യും.
ഇവിടെ സൈറ്റ് ഐഡന്റിറ്റിയിലാണ് ലോഗോ ഒക്കെ ഇടുന്നത്. ഇവിടെ നമ്മൾ മുകളിൽ വരുന്ന ലോഗോസ് ഒക്കെ ഉണ്ടല്ലോ, കമ്പനി ലോഗോ കാര്യങ്ങള്, ഇതല്ലേ ലോഗോ. അതേപോലെ ഇവിടെ തന്നെ ഫാവ് ഐക്കൺ സെറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഈ സൈറ്റ് വേർഡ്പ്രസ് കാണുന്നില്ലേ, മുകളിലത്തെ ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മെയിൻലി ഇതിൽ ചെയ്യാനുള്ളത് നമുക്ക് പ്ലഗിൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ വേർഡ്പ്രസിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലഗിൻസ് ആണ്. ആഡ് ന്യൂ പ്ലഗിൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ എല്ലാത്തിനും ഇപ്പോ ഇ കൊമേഴ്സ് SEO ചെയ്യണം. ഓക്കെ, SEO ചെയ്യണമെങ്കിൽ യോസ്റ്റ് SEO എന്ന് പറയുന്ന ഒരു പ്ലഗിൻ അവൈലബിൾ ആണ്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങള്, ഹെഡർ, ഫൂട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ ഈ വൂകൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഇ കൊമേഴ്സിന്റെ ഒരു പാക്കേജ് ആണ്. ഇപ്പൊ ഈ സൈറ്റ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വൂകൊമേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് അതിനകത്ത് ഫുൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും അത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ വൂകൊമേഴ്സ് ഹാൻഡിൽ ചെയ്തു. അതേപോലെ പോപ്പുലർ ആയിട്ട് ഇപ്പൊ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാം ഒരുപാട് പ്ലഗിൻസ് അവൈലബിൾ ആണ്. ഒരു അപ്ഡേറ്റ്സ് വരും. അപ്ഡേറ്റ് ചെയ്യണം. അത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൈറ്റ് ഇടയ്ക്ക് ഡൗൺ ആവണ പരിപാടി ഇല്ല, സൈറ്റ് ഡൗൺ ആവില്ല. പക്ഷെ ഇത് വേർഡ്പ്രസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ ഹാക്കിംഗ് കൂടുതലാണ്. അങ്ങനെ ഹാക്കിന് നമ്മുടെ 2 ഫീൽഡിന് പകരം 3ാമതൊരു ഫീൽഡും കൂടെ ആഡ് ചെയ്ത് അതിനകത്തുനിന്ന് മാറാമെന്ന് എന്നോട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നടക്കും. അതായത്
അഡ്മിൻ മണ്ഡലത്തിൽ എന്നൊക്കെ പറഞ്ഞ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് അതിന്റെ കൂടുതൽ എക്സ്ട്രാ ഒരു ഫീൽഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹാക്കിങ്ങിനകത്ത് നമുക്ക് ഇങ്ങനെ മാറ്റി കിട്ടുമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ? പാസ്വേഡോ? പാസ്വേഡ് പാസ്വേഡ് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈ സെക്യൂർഡ് പാസ്വേഡ് ഒക്കെ തന്നെ വെക്കുന്നത്. ഓട്ടോ ജനറേറ്റഡ് പാസ്വേഡ്സ് സെറ്റ് ചെയ്യുന്നത്. ഫീൽഡ് മാറ്റി 3 ഫീൽഡ് ആക്കി കഴിഞ്ഞാൽ അല്ല അതല്ല. പക്ഷെ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗിൻസ് കാര്യങ്ങള് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 70% സൈറ്റ് വേർഡ്പ്രസ് തന്നെയാണ് വേൾഡില്. പക്ഷെ അതിനൊരു പ്രോബ്ലം ഉള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതായത് സെർവറിൽ എന്തെങ്കിലും ഒരു ചെറിയ വൈറസ് കയറി കഴിഞ്ഞാൽ പിന്നെ ആ സെർവറിനകത്തുള്ള എല്ലാ സൈറ്റിനും ഇത് എഫക്ട് ചെയ്യും. വേർഡ്പ്രസ് വെബ്സൈറ്റ്സിനാണ് ഏറ്റവും പെട്ടെന്ന് കയറി പിടിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്ലഗിൻസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മെയിൻ ആയിട്ട് ഇപ്പോ ഇതുണ്ട്, ഇവർ ഓൾറെഡി മാൽവെയറിന്റെ ഒരു സാധനം തന്നിട്ടുണ്ട്. അത് ഗോഡാഡിയുടെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒത്തിരി പ്ലഗിൻസിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മുടെ സൈറ്റിനെ സ്ലോ ആക്കുമോ? ഇല്ല, അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ സൈറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പീഡ് കൂട്ടാനുള്ള കുറെ സാധനങ്ങളും ഉണ്ട്. അതിന്റെ റിവ്യൂസ് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. റേറ്റിംഗ് നോക്കിയിട്ട് അത്യാവശ്യം എനേബിൾ ഓട്ടോ അപ്ഡേറ്റ്സ് എന്നൊക്കെയുള്ള ഫീച്ചേഴ്സ് ഇട്ടാൽ മതി. ഇപ്പൊ യോസ്റ്റിന്റെ ഇപ്പൊ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ SEO കാര്യങ്ങൾ മൊത്തം ഇതിനകത്ത് മാനേജ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സൈറ്റിൽ ടാഗ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് ഓരോ പേജ് അനുസരിച്ച്. SEO കംപ്ലീറ്റ് ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഇപ്പൊ വേർഡ്പ്രസ്സില് എലമെന്റർ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. ആ ടൂള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പോപ്പുലറില് എലമെന്റ് വെബ്സൈറ്റ് ബിൽഡർ. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫങ്ഷനാലിറ്റീസ് കിട്ടും. ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങള് അതെ, ഫുൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പോ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ എഡിറ്റ് വിത്ത് എലമെന്റർ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് കണ്ടോ? കംപ്ലീറ്റ്ലി ഇപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഒരു വീഡിയോ ആഡ് ചെയ്യണം, വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് എടുത്തോളും. ഇപ്പോൾ നേരത്തെ ചെയ്ത കോണ്ടാക്ടസിൽ ഗൂഗിൾ മാപ്പ് ഇടണമെങ്കിൽ അതും ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഐഡിയ ആയി. ഏകദേശം ഐഡിയ ആയല്ലേ? ഓക്കെ ഓക്കെ, കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ ഇപ്പോ ഇതിന്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം ഇപ്പൊ പർച്ചേസ് ചെയ്തേക്കുന്നതിന്റെ. ശരി, അപ്പൊ കാണാം. താങ്ക് യു.